ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന അനൗൺസ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഒരു കാര്യം കൃത്യമായിട്ടറിയാം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണമെന്നില്ല, പക്ഷേ ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഏത് കാര്യം? അതായത് നേരിട്ട് പ്രയോജനം കിട്ടുന്ന, നേരിട്ട് കൈകളിലേക്ക് കുറച്ച് പണം എത്തിക്കാൻ കഴിഞ്ഞാൽ വോട്ട് കിട്ടും, ഭരണത്തിലെത്താം. അതുകൊണ്ട് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. ജയലളിത ഉണ്ടായിരുന്ന കാലത്ത്, എല്ലാ കാലത്തും, പക്ഷേ പ്രത്യേകിച്ച് ജയലളിത ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കുത്തൊഴുക്കായിരുന്നു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. സാധനങ്ങളായിട്ട്, പണമായിട്ട്. സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? TV സെറ്റ്, പെൺകുട്ടികൾക്ക് സൈക്കിള്, അങ്ങനെ പോകുന്നു. കൊടുക്കുക, അങ്ങനെ വോട്ട് മേടിക്കുക, ഭരണത്തിലെത്തുക, ജനങ്ങളുടെ ഇതൊക്കെയായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഡയറക്റ്റ് ട്രാൻസ്ഫർ നടത്തി ഭരണത്തിലെത്തുന്നവരൊക്കെ ജനോപകാരപ്രദമായി ഭരിക്കുന്നു എന്ന് അതുകൊണ്ട് അർത്ഥമാക്കരുത് കേട്ടോ. നമ്മളുടെ അനുഭവം കൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, അങ്ങനെയൊക്കെ ഒരു നക്കാപ്പീച്ചിയൊക്കെ വച്ച് നീട്ടി ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഭരണം മികവുറ്റതായിരിക്കും എന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് അനുഭവം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ 2500 രൂപ എന്ന് പറയുമ്പോൾ 2500 രൂപ പെൻഷനായിട്ട് കൊടുക്കാൻ ഇപ്പോഴത്തെ ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. ഈ 1600 രൂപയാണ് 2500 രൂപയാക്കി വർദ്ധിപ്പിക്കും. അതുപോലെ കുടുംബിനികൾക്കും പെൻഷൻ കൊടുക്കും എന്ന് പറയുന്നത്, അത് ഈ പറയപ്പെട്ട ആശയം തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് കുടുംബിനികൾക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം UN 1980 നടത്തിയ ഒരു പഠനമുണ്ട്, യുണൈറ്റഡ് നേഷൻസ്. ആ പഠനത്തിൽ കണ്ടത് ലോകത്ത് ചെയ്യപ്പെടുന്ന തൊഴിലിൻ്റെ 2/3 ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. 2/3 ഭാഗം ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ വരുമാനത്തിൻ്റെ 10% മാത്രമേ സ്ത്രീകളുടെ കയ്യിലെത്തുന്നുള്ളൂ. അതുപോലെ സമ്പത്തിൻ്റെ 100% ഭാഗം മാത്രമേ സ്ത്രീകളിൽ എത്തുന്നുള്ളൂ. അങ്ങനെയാണ് 1975 മുതൽ 85 വരെ വിമൻസ് ഡെക്കഡായിട്ട്, ദശകമായിട്ട് കൊണ്ടാടി. എന്നിട്ടും സ്ത്രീകളുടെ പൊസിഷനിലൊന്നും ഒരു മാറ്റവും കാര്യമായിട്ട് വന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ഭാരം വഹിക്കുന്ന കഴുതകളുടെ സ്ഥാനത്താണ് സ്ത്രീകളെ ലോകം കാണുന്നത് എന്ന് UN-ന് മനസ്സിലായി. അങ്ങനെയാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പം ഇപ്പോഴും നമുക്കറിയാം, കുടുംബങ്ങളിലെ ജോലികളുടെ, ഏത് കുടുംബത്തിലാണെങ്കിലും ഒരു നല്ല കുടുംബിനെ, ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന കുടുംബിനി, കുടുംബത്തിനകത്തെ ജോലികൾ മാത്രമല്ല, ഇപ്പം നമ്മുടെ കാർഷിക മേഖല എടുക്കുക, അവിടെ കുടുംബത്തിനകത്തെ ജോലി എല്ലാം കഴിഞ്ഞിട്ടാണ് പശുവിനും കാളയ്ക്കും പുല്ല് വെട്ടുന്നു. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ പാടത്തിറങ്ങിപ്പോയി ഞാറ് പറിക്കുന്നു, ഞാറ് നടുന്നു, അല്ലെങ്കിൽ കൊയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കറ്റ ചുമക്കാൻ പോകുന്നു. അങ്ങനെ സർവ്വവിധ ജോലികളിലും ഒരു കുടുംബിനി, ഒരു ശരാശരി കുടുംബത്തിലെ കുടുംബിനി ഏർപ്പെടേണ്ടി വരാറുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ, അതായത് രാവിലെ 4 മണിക്കോ ഇല്ലെങ്കിൽ പോട്ടെ 6 മണിക്കെന്ന് വെച്ചോളൂ, 6 മണിക്കൊന്നും അല്ല, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വീട്ടിലാണെങ്കിൽ ഒരു കുടുംബിനി 4 മണിക്ക് എഴുന്നേറ്റ് ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയാലേ സമയത്ത് കുട്ടികളെ സ്കൂളിൽ അയച്ചു, ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിൽ അവരെ ഓഫീസിൽ അയച്ചു, പാടത്ത് പണിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് ആഹാരം എടുത്തു, ഇങ്ങനെ അങ്ങ് പോകുകയാണ്. ഒരു തരത്തിലുമുള്ള ഒരു വിശ്രമമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഒരു സ്ത്രീയുടെ ജോലി എന്ന് പറയുന്നത്, ഒരു കുടുംബിനിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ UN വിമൻ നിലവിൽ വന്നതിന് ശേഷം UN വിമൻ എന്ന് പറയുന്ന സംഘടന, അതായത് സ്ത്രീകളുടെ മാത്രമായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു വിങ് ഉണ്ടായതാണ്. അതിനെയാണ് UN വിമൻ എന്ന് പറയുന്നത്. ആ വിങ് നിലവിൽ വന്നതിന് ശേഷം കുടുംബിനികളുടെ പ്രവർത്തനം, എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു, മറ്റുള്ളവരുടെ മണിക്കൂർ ജോലിയുമായിട്ട് ഇതിനെയും താരതമ്യം ചെയ്ത് ഇതിന് മൂല്യമിട്ട് ആ മൂല്യം കൂടി GDP-യിൽ ചേർക്കണം എന്ന് വരെ UN പറഞ്ഞിട്ടുണ്ട്. UN വിമൻ വന്നതിന് ശേഷമാണ് ജെൻഡർ ബജറ്റിംഗ് എന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത്. അതായത് സ്ത്രീയുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കുറേ പ്രോഗ്രാംസ് കൊണ്ടുവരിക. അത് ബജറ്റിൻ്റെ ഒരു 12% വേണമെന്നാണ് പറയുന്നത്, മിനിമം ഒരു 4% എന്നൊക്കെയാണ് UN വിമൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവൾ വഹിക്കുന്ന ഭാരം അത്ര വലുതായതുകൊണ്ടാണ്. അങ്ങനെ ഭാരം വഹിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീ സത്യം പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഗവൺമെൻറ് കുടുംബിനി പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ കുടുംബിനി പെൻഷൻ കൊടുക്കുന്നതോടുകൂടി
എല്ലാ അതായത് എല്ലാ പിന്നെ പ്രശ്നങ്ങളും തീർന്നു എന്നോ അല്ലെങ്കിൽ ഇനി ഭരണം എങ്ങനെ വേണമെങ്കിലും ഇഷ്ടപ്പെട്ട പോലെ കൊണ്ടുപോകാമെന്നോ ധരിച്ചു വശാകരുത് ഗവൺമെൻറ്. 1600 രൂപ പെൻഷനാക്കി എന്നിട്ട് പോലും അങ്ങനെ ഭരണത്തിൽ വന്നു. പക്ഷെ ഭരണത്തിൽ വന്നതിന് ശേഷം 1600 രൂപ പെൻഷൻ എന്നുള്ളത് ഒരു സ്വപ്നമായി, അതായത് 5-6 മാസത്തെ കുടിശ്ശിക വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ജനങ്ങൾ വോട്ട് തിരിച്ചു കുത്തിയത്. അങ്ങനെ തിരിച്ചു കുത്തിയത് കൊണ്ടാണ് ലോക്സഭാ ഇലക്ഷന് ഇത്ര വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ഓർമ്മിക്കണം, 2500 രൂപ പെൻഷൻ എന്നൊരു വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞാൽ ഭരണത്തിൽ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന അത് 5, 6, 10 മാസത്തെ കുടിശ്ശികയാകുകയാണെന്നുണ്ടെങ്കിൽ ജനം തിരിച്ചു കുത്തും. അപ്പോൾ ഇങ്ങനെ ജനത്തിന് അറിയാം, ഒരു ഗവൺമെൻറ്റിൻ്റെ ക്യാഷ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റ് സൗജന്യങ്ങൾ വച്ചു നീട്ടിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണം നടത്തുന്ന ഗവൺമെൻറ് അത് പ്രചരണത്തിൽ മാത്രം ഒതുക്കിയാൽ, കർമ്മത്തിൽ അതില്ലാതെ വന്നാൽ അവർ തിരിച്ചു കുത്തുമെന്നുള്ളതിൻ്റെ അനുഭവ പാഠം കേരളത്തിൽ തന്നെ നമുക്കുള്ളതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തീർച്ചയായും ഈ കുടുംബിനി പെൻഷൻ എന്ന് പറയുന്നതും 2500 രൂപയായിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ണ് വേണം ഇപ്പോഴത്തെ ധനപ്രതിസന്ധിയുടെ ആഴത്തിലേക്ക്. ഇത്ര ആഴത്തിൽ ധനപ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനം 1600 രൂപ ഒരു മാസം കൊടുക്കാൻ നിവർത്തിയില്ലാതെ 5-6 മാസത്തെ കുടിശ്ശികയാകുന്ന സംസ്ഥാനം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ മാസം പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി? അടുത്ത 1-2 ഗഡു ഈ വർഷം തന്നെ കൊടുക്കും, പിന്നെ 2-3 ഗഡുക്കൾ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്നു. അപ്പം ഈ വർഷം കൊടുക്കേണ്ട 1600 വെച്ച് അടുത്ത വർഷം കൊടുക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഓർമ്മിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർക്കണം, അല്ലെങ്കിൽ ധനമന്ത്രി ഓർക്കണം. എങ്ങനെയാണ് ഇത് 2500 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്ത് പോകാൻ പറ്റുക? അപ്പോൾ അതായത് നമുക്ക് പിന്നെ ചുമക്കാവുന്ന ഭാരം മാത്രമേ എടുത്ത് തലയിൽ വെക്കാവൂ. നമ്മുടെ ഖജനാവ് നിറയ്ക്കാൻ എടുക്കുന്ന മാർഗങ്ങൾ ഇപ്പോൾ നമുക്കറിയാം. ഹൗസ് പെർമിറ്റ്, ആ പെർമിറ്റിന് ഈടാക്കിയിരുന്ന ചാർജ് പകുതിയാക്കി കുറയ്ക്കേണ്ടി വന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ്? ചാർജ് അമിതമായിരുന്നു. അതുകൊണ്ട് അതായത് 2023-24 ഏർപ്പെടുത്തിയ ചാർജ്, ഹൗസ് പെർമിറ്റ് ചാർജ് പകുതിയിൽ താഴെയാക്കി കുറയ്ക്കേണ്ടി വന്നു മുൻകാല പ്രാബല്യത്തോടെ. അത് ഉയർന്ന നിരക്ക് ചാർജ് ചെയ്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് എന്ത് ചാർജ് ചെയ്യാം? എത്രയാണ് ഫീസിബിൾ? ജനങ്ങൾ തള്ളിക്കളയാത്ത രീതിയിൽ ജനങ്ങൾ പിന്നെ അംഗീകരിക്കുന്ന തരത്തിലുള്ള ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള നികുതികൾ എത്രയാണ് എന്നൊക്കെ ആലോചിച്ച് മാത്രമാണ് അത് ഏർപ്പെടുത്തേണ്ടത്. അത് ഏർപ്പെടുത്തുന്നത് അതിലുണ്ടാകാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ, കുറവുകൾ ഒക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഇതുപോലെയുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കാനായിട്ട്. ഒരിക്കൽ തീരുമാനിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തുടർച്ചയായിട്ട് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കൊടുക്കാൻ 2500 രൂപ കൊടുക്കാൻ പറ്റില്ല, 1600 എന്നുള്ളത് 1750 ആക്കാം, അത് കൊടുക്കാൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂലങ്കഷമായിട്ട് ചിന്തിച്ച് ആലോചിക്കേണ്ടവരുമായിട്ട് ചേർന്ന് ആലോചിച്ച് മാത്രമേ ഇത്തരം ഫിസ്ക്കൽ കമ്മിറ്റ്മെൻറ്റ്സ് ഗവൺമെൻറ് ഏറ്റെടുക്കാവൂ എന്നാണ് എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം പാതി വഴിയിൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഇലക്ഷനും ഭരണത്തിലെത്തലും മാത്രമായിരിക്കരുത്. ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ, 1000 വാഗ്ദാനങ്ങൾ കൊടുത്ത് ഭരണത്തിൽ വന്ന ഗവൺമെൻറ്റാണ് ഒരു സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നത്. കാരണം ഈ കൊടുത്ത 1000 വാഗ്ദാനങ്ങളും പാഴ്വാഗ്ദാനങ്ങളായിരുന്നു എന്ന് ജനം മനസ്സിലാക്കി. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോറ്റോടേണ്ടി വന്നത്. അതായത് അവരുടെ ഏറ്റവും വലിയ പിന്നെ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് ഈ പരാജയം. അതായത് പ്രോമിസും പ്രവർത്തനവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അത് ജനം മനസ്സിലാക്കി. ജനം അതൊരിക്കൽ മനസ്സിലാക്കിയാൽ അത് തിരുത്തിയെടുക്കണമെങ്കിൽ കുറച്ച് കാലം പിടിക്കും, കുറച്ചേറെ കർമ്മകുശലത കാണിക്കേണ്ടതുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം 2500 കൊണ്ടുവരാൻ, 2500ൻ്റെ പ്രോമിസ് വയ്ക്കാൻ, ആ പ്രോമിസ് വെച്ച് വീണ്ടും ഭരണത്തിൽ വരാൻ.